ചെടീനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെറുതെ മുറ്റത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ നമ്മുടെ ചെടീനെ കുറിച്ചെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇവിടെ ഒരു അച്ഛൻ ഉണ്ടാക്കിയ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചെടി തെച്ചിയാണ്, ഇത് ചുവന്ന തെച്ചിയാണ്. മുട്ട് മാത്രമേ ഉള്ളൂ, ഒരു പൂ മാത്രമേ ഇവിടെ വീണ് നിൽക്കണുള്ളൂ. പിന്നെ ഇത് ഓർക്കിഡ് റോസാണ്. ഇത് പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് നല്ല മുട്ടുകളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തതിന് ഒരു വെള്ള പൂവാണ്, പക്ഷെ അതൊക്കെ മുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇത് കാട്ടു ചെടികളാണ്, വെറുതെ വെച്ചിരിക്കുക. പക്ഷെ ഇതിനൊരു പൂവുണ്ട്, ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. അത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. പിന്നെ ഇത് വെറുതെ ഓരോരോ ചെടികൾ. ഇത് ചെടിയാണ്, പക്ഷെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് കൊങ്ങിണി എന്തോ ആണ്, അമ്മ പറഞ്ഞത് കൊങ്ങിണിയാണ്. ഇതിൻ്റെ മഞ്ഞ ഉണ്ടായിരുന്നു, അത് പോയി, അത് നാശമായി പോയി. ഇത് നമ്മുടെ കമ്മൽ ചെടി പോലെ, ഞാൻ പറയുന്ന പേര് കമ്മൽ ചെടി എന്നാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയില്ല. ഇത് കുറേ ഉണ്ടാവും കേട്ടോ, പക്ഷെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ചെടി ഉണ്ട്, ഇത് വളർന്ന് പന്തലിച്ച് വെട്ടി നാശമായിട്ട് ഇങ്ങനെ ചെറുതാക്കി വെച്ചിരിക്കാം. പിന്നെ ഇതൊക്കെ ഒന്നുമില്ല, റോസിൻ്റെ കമ്പാണ്, അങ്ങനെ കുറച്ച്. പിന്നെ ഇവിടേക്ക് ആകുമ്പോൾ ഇതിൻ്റെ പേര് കൊങ്ങിണി തന്നെയാണ്. അതിൻ്റെ മഞ്ഞയും പിങ്കും കൂടി ചേർന്ന് മിക്സ്ഡ് കളറാണ്, കുറേ ഉണ്ട് അങ്ങനത്തെ. പിന്നെ ഇവിടെ ജാക്കിയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സിനിമ ടാക്കീസ് ഉണ്ട്, പുറമെ തിയേറ്റർ എന്നാണ് പറയുക, പൊന്നാനിയിൽ. പിന്നെ ഇത് റോസിൻ്റെ സെക്ഷനാണ്. റോസിൻ്റെ സെക്ഷനിൽ ഇതാ വൈറ്റ് റോസ് ഉണ്ട്, ഇതൊരു പിങ്ക് റോസ് ഉണ്ട്, ഒരു റെഡ് റോസ് ഉണ്ട്. അങ്ങനെ പല റോസുകളും ഒക്കെ കൂട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെന്താ, ഇത്രയൊക്കെയുള്ള നമ്മുടെ ചെടികൾ. പിന്നെ ഇവിടെ പാഴത്തിന് മേടിച്ച ഇതുണ്ടായിരുന്നു, എന്തായാലും ഒരു മരമുല്ല, അത് ഇപ്പോൾ മേടിച്ചിട്ടുള്ളൂ, അതുകൊണ്ടൊന്നും ഇപ്പോൾ ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ചെടി ഇത് ഞാൻ കണ്ടില്ല, മുട്ട എന്ന് പറഞ്ഞ ചെടി. ആ ചെടി അവിടെ വളർന്ന് നിൽക്കുന്നുണ്ട്, ഒരു വൈറ്റ് പൂവ്. അപ്പോൾ അവിടെ അടർന്ന് നിൽക്കുന്നതാണ് അവിടെ. പിന്നെ നമ്മുടെ ചെടിയൊന്നുമില്ല. പിന്നെ ഇതാ ഒരു വേപ്പിൻ്റെ രണ്ട് വലിയ മരം, അത് മുഴുവൻ വേപ്പിൻ്റെ ആണ്. അതിൻ്റെ അപ്പുറത്ത് ആര്യവേപ്പായിരുന്നു, പക്ഷെ അതിപ്പോൾ നാശമായിട്ട് അങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ പോയി. പിന്നെ ഇതവിടേക്ക് വരുമ്പോൾ നമ്മുടെ മുല്ലപ്പൂ പോലത്തെ ഒരു ചെടിയാണ്, മണമൊന്നുമില്ല അതിന്. മുല്ലപ്പൂവിൻ്റെ ചെടി ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് ഓർമ്മ കാണാറില്ല കൃത്യമായിട്ട്. പിന്നെ ഇത് അവിടെ ഈ ഒരു ചെടി, അതിൽ കുറേ പൂവുണ്ട്, രണ്ട് തരമുണ്ട്. ഇത് ഇതാ ഒരു റോസ് മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ കളർ ചേഞ്ച്, ഓറഞ്ച് ഉണ്ട്, ചുവപ്പുണ്ട്, നീലമുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ കുറേ കളർ ചേഞ്ച് അടിച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തെച്ചിയാണ്, വെള്ളത്തെച്ചിയുടെ ഇതാ ഇവിടെ വെള്ളത്തെച്ചി കാണാൻ, ആ വെള്ളത്തെച്ചിയാണ്. പിന്നെ നമ്മുടെ ഇനി കുറച്ച് ജൈവമായിട്ടുള്ള പച്ചക്കറി കൃഷി കാണിച്ചു തരാം. ഇത് നമ്മുടെ ചീനമുളകാണ്, വെള്ള ചീനമുളകും ഓറഞ്ച് ചീനമുളകും ഒക്കെ ഒരേ കളർ മാറിയതല്ലേ. ചീനമുളകുകൾ കുറേ അടിയിലും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മാവാണ്. ഇതിപ്പോൾ ഇവിടെ വളർന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വളർത്താൻ പറ്റുന്നില്ല, അവിടെ കൂണി ആയതുകൊണ്ട് ഇവിടെ അതിങ്ങണ്ടേനൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഓമക്കായയുടെ തൈയുണ്ട്, ഇരുമ്പമ്പുളിൻ്റെ തൈയുണ്ട്, ഇരുമ്പമ്പുളി ഒരെണ്ണം പോലും ഇല്ല. പിന്നെ അതാ നമ്മളെ ജാക്കിനും കൂടി പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോ എല്ലാവരും കാണണം. ഇനി വീഡിയോ അടുത്ത് തന്നെ വരും. ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൗണ്ട് പ്രശ്നം ഉണ്ടാവും, അതൊക്കെ ക്ഷമിച്ചിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്. പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.